മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്ന മനുഷ്യനാരാന്നറിയോ? അറിയോ? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറഞ്ഞ ഒരാളാണ്. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിന് ഖുർആനിൽ പാണ്ഡിത്യമുണ്ട്, ഹദീസിനെ പറ്റി നല്ല വിവരമുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നടന്നിരുന്ന ആളാണ്. വലിയ മഹത്വം സ്വഹാബത്തിനിടയിൽ പാണ്ഡിത്യത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം അന്ന് ജീവിച്ചിരുന്നവരിൽ ഏറ്റവും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ ശത്രുവായി കണ്ടതിന്റെ പിന്നിലെ കാരണം എന്താണെന്നറിയോ? ഖവാരിജിയത്തിൽപ്പെട്ട ഒരു സ്ത്രീയോട് ഇദ്ദേഹത്തിനൊരു താല്പര്യം തോന്നി, അവരെ വിവാഹം കഴിച്ചാൽ കൊള്ളാം. അവരുടെ സൗന്ദര്യത്തിൽ വശംവദനായ ഇദ്ദേഹം തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ ഒന്ന് കൂടിയാലോചന നടത്തി അവരെ വിവാഹം കഴിച്ചാലോ. അപ്പൊ അവര് പറഞ്ഞു വേണ്ട, അവര് ഖവാരിജിയത്താണ്, പഴച്ച കക്ഷികളിൽപ്പെട്ട ആളാണ്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു അവളെ ഞാൻ ശരിയാക്കിക്കോളാം, ഈ വാക്കുകൾ മറക്കരുത്. നമ്മളൊക്കെ പറയൂലേ ദീന് ഇവിടെ നമ്മളെ വീട്ടിക്കല്ല ഇവർ ഉണ്ടായിക്കോളൂ എന്ന് പറയുന്ന ഒരു വാക്കില്ലേ, അവിടെ മാത്രം പരീക്ഷിക്കും, ബാക്കി ഒന്നിലും പരീക്ഷിക്കൂല. തറവാട്ട് മഹിമ നമുക്ക് തറവാടില്ലേന്ന് ആരും പറയലില്ല, സമ്പത്തിന്റെ കാര്യത്തിലും പറയൂല, ദീനിൽ മാത്രം ഒരു അഡ്ജസ്റ്റ്മെന്റ്. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം പറഞ്ഞു അവളെ ഞാൻ ശരിയാക്കിക്കോളാം. അവസാനം എന്താണ്ടായേ? അവളെ ശരിയാക്കിയില്ല എന്ന് മാത്രമല്ല, അവളുടെ പിഴച്ച വിശ്വാസത്തിലേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം മാറി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സുബ്ഹിന് മുമ്പ് പള്ളിയിൽ വരും. ആളുകളെ വിളിച്ചുണർത്തി പള്ളിയിലേക്ക് കടന്നു വരുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ വാതിലിന്റെ ഭാഗത്ത് കാത്തുനിന്ന് തല ലക്ഷ്യമാക്കി വെട്ടുമ്പോ അവിടെ അബ്ദുറഹ്മാൻ പറഞ്ഞ വാക്കുണ്ട്, അലി ഇതല്ലാഹുക്ക് വേണ്ടിയിട്ടാ, ഇതല്ലാഹുക്ക് വേണ്ടിയിട്ടാണ്. ഏറ്റവും വലിയ ശത്രുവായി കണ്ടില്ലേ പ്രിയമുള്ളവരെ? അവിടെ അതുകൊണ്ടാണ് പരീക്ഷണങ്ങൾ വേണ്ട കുടുംബജീവിതങ്ങളിലോട്. ദീനുള്ളവർക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണേ.